നിലവിൽ നമ്മൾ എല്ലാ സയൻറ്റിഫിക് എവിഡൻസ് കളക്ട് ചെയ്യുന്നുണ്ട് എന്താണ് ഉണ്ടായതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ പ്രതിയില്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ മൊബൈലിൽ അയച്ച മെസ്സേജസോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സൈക്കോളജിക്കൽ പ്രൊഫൈലിങ്ങേ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ എന്തായിരുന്നു ഉദ്ദേശിച്ച് അതിന് വല്ല ക്ലൂസ് കിട്ടുന്നുണ്ടോ, CCTVയിൽ വല്ല ദൃശ്യങ്ങൾ കിട്ടുന്നുണ്ടോ, എവിടെയൊക്കെ പോയി, എങ്ങനെയാണ് ഇതെല്ലാം പ്ലാൻ ചെയ്ത് അങ്ങനെ അത് നോക്കുന്നുണ്ട്. ഇരുവരും തമ്മിൽ കണക്ഷൻ ഉണ്ടായതായിട്ട് എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചു? അത് അവർ ഫാമിലീസ് തമ്മിൽ അടുപ്പമാണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഒരു പ്രധാന ഘടകം ഇതാണോ, ഇവർ തമ്മിലുള്ള റിലേഷനകത്തുള്ള ബ്രേക്കപ്പ്? അത് അവരുടെ പ്രൈവസിയാണ്. ഐ തിങ്ക് വിക്ടിം ആസ് വെൽ ആസ് ദോസ് ഇൻവോൾവ്ഡ് we should respect their privacy. The IO is investigating officer അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ ലോജിക്കൽ കൺക്ലൂഷനിലേക്ക് അതിനെ കൊണ്ടുപോകും. ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് അടക്കം ഒരു ചെറുപ്പക്കാരൻ തയ്യാറാകുന്നു, തുടർന്ന് ആത്മഹത്യ ചെയ്യാൻ ഒരു മാനസികാവസ്ഥ. അതെ, നമുക്ക് അത് മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ഹ്യൂമൻ വാല്യൂസ് നമ്മൾ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നാണ്. ഇപ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ഏതെങ്കിലും സ്ട്രഗിൾസ് ഫേസ് ചെയ്യുമ്പം ആരെങ്കിലും നോ പറയുകയാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ നമുക്ക് ആശിക്കുന്നത് കിട്ടാതിരിക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ അതിനെ റിയാക്ട് ചെയ്യും, നമ്മുടെ റെസിലിയൻസ് എന്താണ്, വാട്ട് ഈസ് ദ പവർ. അതിപ്പോൾ 7 പ്രാവശ്യം വീണാലും 8ാമത്തെ പ്രാവശ്യം എണീറ്റ് നടക്കാൻ അതിനുള്ള മനക്കരുത്തും അതിനുള്ള മനോധൈര്യം നമ്മൾ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾക്ക് ആസ് എ സൊസൈറ്റി വി ഹാവ് ടു തിങ്ക് ഓഫ് ദാറ്റ്. ആശുപത്രിയിലുള്ള ഫിബിന്റെ ഫാദറിന്റെ കണ്ടീഷൻ എങ്ങനെയാണ്? ഹീസ് ഇൻ intensive care യൂണിറ്റിലാണ്. ഹി ഈസ് ബീങ് ടേക്കൻ കെയർ. സഹോദരിയുമായി സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഫിബിന്റെ? അത് ഐ തിങ്ക് IO വിൽ ഡു ഓൾ ദാറ്റ്. ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അടക്കം മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? അല്ല, അതിലേക്ക് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ അന്വേഷിക്കും. പരമാവധി തെളിവുകളടക്കം കളക്ട് ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രതിയെ കൊല്ലണമെന്ന ഉദ്ദേശം തന്നെയായിരുന്നു അവിടേക്ക് എത്തുമ്പോഴുണ്ടായിരുന്നത്. അത് നമ്മളിപ്പം അങ്ങനെയാണോ നമ്മളെ പോലീസ്? അല്ല, ദാറ്റ്സ് വാട്ട് ഹാസ് ഹാപ്പൻഡ്. ഒരാൾ മരിച്ചിട്ടുണ്ടല്ലോ. ടാർഗറ്റ് ഈ പെൺകുട്ടിയായിരുന്നു അതോ? ദാറ്റ് വി കനോട്ട് കൺഫേം. നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റത്തില്ല. ഒരാളെ കൊല്ലണം എന്നുള്ള ഒരു മർഡർ നടക്കണം എന്നുള്ളതായിരുന്നു അയാളുടെ ഉദ്ദേശം. കാരണം സ്വാഭാവികമായും നടന്നു വരേണ്ട ഒരാൾ മുഖംമൂടിയൊക്കെ ധരിച്ച് മറ്റൊരു വേഷം മാറി പെട്രോൾ അടക്കം കൊണ്ടുപോകുന്ന സാഹചര്യം എന്ന് പറയുമ്പോൾ ഒരു മർഡർ കമ്മിറ്റ് ചെയ്യാൻ അയാൾ തയ്യാറായി. റിയാക്ഷൻ ടു some immediate precursor event. അങ്ങനെ അത്രേ പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ.